എനിക്കെപ്പോഴും ഓർമ്മയുള്ളത് ഈ മറന്നുപോ പൂമകളെ എന്നുള്ളത്. അപ്പോൾ അത് ലോയി സാർ പറഞ്ഞു ഓൾറെഡി ജയൻ്റെ ഒരു പാട്ടുണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അത് ഏത് സാർ? അത് കണ്ണുനട്ട് കാത്തിരുന്നിട്ടെന്നുള്ള പാട്ട് തന്നെ എനിക്ക് വേണം. അപ്പം ഞാൻ പറഞ്ഞു അത് ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞല്ലേ. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, അത് വേണം എന്ന് പറയാം. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പാടി, കണ്ണ് നട്ട് കാത്തിരുന്നു എൻ്റെ കരളിൻ്റെ കിളിമകളെ, ഇങ്ങനെ പാടി. അപ്പോൾ ഗിരീഷേട്ടൻ വന്നപ്പോഴത്തേക്കും ട്യൂൺ ചെയ്തടാ. അപ്പം ഞാനിത് പാടി. അപ്പോൾ പറഞ്ഞു എടാ നീ ഗിരീഷ് കുട്ടഞ്ചേരി, പിന്നെ നീ എൻ്റെ പാട്ട് എന്തിനു മോഷ്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഗിരീഷേട്ടൻ എന്തെങ്കിലും എഴുതും. അപ്പം ഇങ്ങനെ ആലോചിച്ചു, ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഗിരീഷേട്ടൻ പലപ്പോഴും പാട്ട് എഴുതുന്നത്. മറന്നുവോ പൂമകളെ എന്ന് പാട്. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്ക് ഒഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. പാട്. ഇങ്ങനെയാണ് ആരോ പറഞ്ഞു കൊടുത്ത പോലെ. അപ്പൊ അത് മനസ്സിൽ തടഞ്ഞു വച്ചു, അതുവരെ എത്തി. ചുമ്മാ വെറുതെ ചേർത്തോടാ, വെറുതെ അങ്ങനെയാണ്. വെറുതെ മറന്നുവോ പൂമകളെ. അപ്പൊ അതൊക്കെ വെറുതെ എന്ന് പറയുന്ന വാക്ക് പോലും വെറുതെ അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു മാത്ര വെറുതെ നനച്ചു പോയെന്ന് ONV സാർ എഴുതിയത് പോലെ. അപ്പോൾ ഗിരീഷേട്ടൻ ഇങ്ങനെയുള്ള എന്താണ് ഒരു, ഞാൻ പറഞ്ഞ പോലെ ആരോ പറഞ്ഞു, ഇവിടെ നിന്നോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന അവിടെ നിന്ന് കിട്ടുന്ന എന്തോ ഒരു വരദാനമായിട്ടാണ് ഈ പാട്ടുകളൊക്കെ വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത്.